ഏറ്റവും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് കാർ ഉണ്ടോ, അതും അത്യാവശ്യം മോഡലും വേണം, ചെറിയ ബഡ്ജറ്റിലും കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്കായിട്ട് ഈ കാണുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ നാനോയുടെ ട്വിസ്റ്റ് ആണ്. ഓട്ടോമാറ്റിക് വേരിയന്റ് വണ്ടിയാണോ. അപ്പോൾ വണ്ടി 2017 മോഡൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ 64,000 കിലോമീറ്ററിൽ പക്കാ ഷോറൂം കണ്ടീഷൻ വണ്ടി കേട്ടോ. അപ്പോൾ ഇത് വണ്ടി നീലമായതുകൊണ്ട് തന്നെ വണ്ടി കാണാൻ നല്ല ക്യൂട്ട് ലുക്കാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആർക്കും വേണമെങ്കിലും ഓടിച്ചു പോകാം കേട്ടോ. അപ്പോൾ വണ്ടി കൂടുതൽ ഡീറ്റെയിലേക്ക് പോവാം. വണ്ടി നോക്കുമ്പോഴായാലും ടയറൊക്കെ നോക്കുമ്പോൾ 80% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും വീൽ കപ്പൊക്കെ സ്റ്റോക്ക് കമ്പനി വീൽ കപ്പും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. വേറെ മേജർ ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് വണ്ടിക്ക് വന്നിട്ടില്ല കേട്ടോ. ഇപ്പൊ ഇതാണ് വണ്ടിയുടെ സൈഡ് വ്യൂ വരുന്നത്. അപ്പോൾ ഇന്ത്യയിലേക്ക് പോകാം കേട്ടോ. സെൻട്രൽ ലോക്ക് ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സും ഉണ്ട്. പവർ സ്റ്റിയറിംഗ്, അതുപോലെ കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, AC എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ. അല്ല ഗിയർ നോബൊക്കെ ആയാലും പ്രീമിയം ടച്ചുള്ള ഗിയർ നോബും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ഡാഷ്ബോർഡൊക്കെ ആയാലും ഫ്രഷ്നെസ് ഉണ്ട് കേട്ടോ. അതുപോലെ കമ്പനി കൊടുത്തിട്ടുള്ള സ്പീക്കർ പാഡും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. അതുപോലെ സീറ്റ് കവറൊക്കെ നോക്കുമ്പോഴായാലും അതും സ്റ്റോക്ക് സീറ്റ് കവറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് പോവാം. ബാക്ക് സൈഡ് നോക്കുമ്പോഴേ അത്യാവശ്യം 2 പേർക്കും അല്ല 3 പേർക്കും ഈസി ആയിട്ട് പോകാനുള്ള ഒരു സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട്. അതും നല്ല സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ചെറിയ വണ്ടി പുറത്തുനിന്ന് നോക്കുമ്പോഴെങ്കിലും ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് തന്നെ തരുന്ന ഒരു വാഹനമാണ് നമ്മുടെ നാനോ. അതുപോലെ തന്നെ ട്വിസ്റ്റ് ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ആയിട്ട് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബാക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം കേട്ടോ. നോർമൽ നാനോയ്ക്ക് ബാക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ഇതിന് ബാക്ക് ബൂട്ടും ഓപ്പൺ ചെയ്യാം. സിമ്പിൾ ആയിട്ട് ബൂട്ടും ഓപ്പൺ ചെയ്യാം കേട്ടോ. അത്യാവശ്യം ആവറേജ് ഒരു ചെറിയ കാറിൽ കിട്ടേണ്ടതായിട്ടുള്ള ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ പാർസൽ ട്രേ സ്പീക്കർ പാഡ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് കൊണ്ടുനടക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയാം. അതുപോലെ എഞ്ചിൻ റൂമൊക്കെ ഇതിന്റെ അടിയിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഹാൻഡ്ലിങ് ഈസിയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ടാറ്റയുടെ വണ്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ പറയാം കേട്ടോ. ഓരോ ആക്സിഡന്റുകളുടെ വീഡിയോ കാണുമ്പോഴായാലും നമുക്ക് കാണാൻ ഞാൻ അത്യാവശ്യം ബോഡി സ്ട്രോങ് ആണ്, പെട്ടെന്നൊന്നും എഫക്ട് ചെയ്യില്ല കേട്ടോ. അപ്പോൾ സൈഡ് നോക്കുമ്പോൾ വേറെ ബീഡിങ്ങുകൾ കാര്യങ്ങളൊന്നും എക്സ്ട്രാ കൊടുത്തില്ല. പക്ക സ്റ്റോക്ക് കണ്ടീഷനാണുള്ള വേറെ സിംഗിൾ ടച്ച് ആൻഡ് പോളിഷ് പോലും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഡയറക്റ്റ് ഓടിച്ചുകൊണ്ട് നടക്കാം. അപ്പോൾ ഈ വണ്ടി കൊടുക്കാനുള്ള വണ്ടിയാണ്. ഇത് വാങ്ങാൻ താല്പര്യമുള്ള നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് കൂടുതൽ റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.